ചെർപ്പുളശ്ശേരി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം.ആർ. രാജേഷിനെതിരെ ചില ആരോപണങ്ങളുമായാണ് 7ാം വാർഡ് കൗൺസിലർ സുമിത്ര വിനോദ് ഇന്ന് കൗൺസിൽ യോഗത്തിലേക്ക് എത്തിയത്. ആ ഒരു കൗൺസിൽ യോഗം വലിയൊരു വിവാദത്തിലേക്ക് മാറുകയും ഈ ഒരു വിഷയം ചെറിയ വിഷയമാണോ വലിയ വിഷയമാണോ എന്നുള്ളത് അറിയില്ല. ഈ ഒരു വിഷയം വലിയൊരു വിവാദത്തിലേക്കാണ് ഇപ്പോൾ വഴിവെച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്ന് നമ്മൾ സുമിത്ര വിനോദിന്റെ ബൈറ്റ് കേട്ടു. അപ്പൊ ആ ഒരു വിഷയത്തിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം.ആർ. രാജേഷിന് എന്താണ് പറയാനുള്ളത് നോക്കാം. ആരോപണ വിധേയനായിട്ടുള്ള കൗൺസിലർ ഇറങ്ങിപ്പോയി എന്നാണ് നഗരസഭാ കൗൺസിൽ ഹാളിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ചൊരു വിഷയം. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സത്യത്തില് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിൽ അജണ്ടകൾ പൂർത്തീകരിച്ച് അവിടെ ചെയർപേഴ്സൺ നമ്മുടെ മറ്റേ അജണ്ടകളൊക്കെ കഴിഞ്ഞു, കൗൺസിൽ പിരിച്ചു വിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങിപ്പോരായിരുന്നു. അപ്പോൾ തൊട്ട് പുറകെ അവിടെ ആളുകൾ ഇരുന്നോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മളങ്ങനെ ശ്രദ്ധിച്ചായിട്ട് താഴെ ഇറങ്ങിപ്പോന്നു. നമ്മൾ വേറൊരു ഫംഗ്ഷന് പോകാണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെയാണ് വന്നു. പിന്നീടാണ് വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കോലാഹലങ്ങളൊക്കെ പിന്നീട് ഉണ്ടായി. ബാക്കി കൗൺസിലർമാർ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ സുമിത്ര വിനോദ് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാവോ? അല്ല, ഇതിൽ സത്യത്തിൽ എൻ്റെ സഹ കൗൺസിലറായിട്ടുള്ള സുമിത്ര അവിടെ ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ ആരോപണമായിട്ടൊന്നും ഞാനതിനെ ചെവിക്കൊള്ളില്ല. ആരോപണമല്ല സത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ നഗരസഭ, ചെർപ്പുളശ്ശേരി നഗരസഭ പല പ്രദേശങ്ങളിലും കാട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കരുമാനാകുറിശി പ്രദേശത്ത് നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ജനങ്ങൾ ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിക്കൊണ്ട് റോഡ് സൈഡ് ഇരുവശങ്ങളും കൃത്യമായി വെട്ടിമുറിച്ച് അവിടെ കാട് വെട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് ചെയ്തതാണ്. അതിൽ സത്യത്തിൽ നമ്മൾ സുമിത്ര എന്ന് പറയുന്ന കൗൺസിലറെ അല്ലെങ്കിൽ മോശപ്പെടുത്തുക അല്ലെങ്കിൽ അത്തരത്തിലൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. അങ്ങനെ അങ്ങനെ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ നാടിനകത്ത് ഇപ്പോൾ കരുമാനാകുറിശി എന്ന് പറയുന്ന പ്രദേശത്തെ പറ്റി നിങ്ങൾക്ക് അറിയുണ്ടാവും, വണ്ടൂസിനൊക്കെ അറിയുണ്ടാവും. കരുമാനാകുറിശി എന്ന് പറയുന്ന പ്രദേശം അതിൻ്റെ ഒരു തല കിടക്കുന്നത് 7ാം വാർഡിൻ്റെ ഒരു മൂലയ്ക്കാണ് കിടക്കുന്നത്. ഒരു പാലത്തിന് മുകളിലേക്ക് ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ പാലത്തിന് മുകളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരുമാനാകുറിശിയിലെ 7ാം വാർഡ് ഭാഗവും ഒരു 100-150 മീറ്റർ പോയി കഴിഞ്ഞാൽ ബാക്കി എൻ്റെ 9ാം വാർഡാണ് വരുന്നത്. അപ്പോൾ 9ാം വാർഡിനകത്ത് ഞങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ ഭരണസമിതി സമയത്തും അതിന് മുന്നത്തെ ഭരണസമിതി സമയത്തും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 വാർഡിനകത്തും ഒന്നിച്ച് ചെയ്യാറുള്ളതാണ്. അപ്പോൾ നമ്മുടെ 9ാം വാർഡിനകത്ത് കണ്ടജന്റ് ജീവനക്കാർ കാട് വെട്ടാൻ വരുന്ന സമയത്ത് നമ്മൾ തലക്കുന്ന് തുടങ്ങിക്കോട്ടെ വെച്ചിട്ട് ആ പ്രദേശത്തുള്ള ആളുടെ അഭിപ്രായം മാനിച്ച് അവിടെ നിന്ന് തുടങ്ങി വന്നു മാത്രം. അത് തുടങ്ങി ഇരുവശങ്ങളും വൃത്തിയാക്കി കുറേ കാലങ്ങളായിട്ട് പന്ത് പിടിച്ചെടുക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് മുന്നെയാണ് നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അവിടെ വെട്ടി വൃത്തിയാക്കി ക്ലബിൻ്റെയോ ഡിവൈഫയുടെ നേതൃത്വത്തിൽ ചെയ്യേണ്ടായത്. അപ്പം അങ്ങനെ വെട്ടി വൃത്തിയാക്കി അങ്ങനെ സന്ദർഭോചിതമായിട്ട് നമ്മൾ ചെയ്തു വന്നതാണ്. പക്ഷെ അത് പിന്നീട് ഞാൻ ഇത്രത്തോളം വലിയൊരു ആരോപണ വിധേയനാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 10-25 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ കരുമാനാകുറിശി പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ആ പ്രദേശത്തെ ആളുകൾക്കൊക്കെ വേണ്ടി ശബ്ദം ഉയർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ സുതാര്യമായിട്ട് ചെയ്യുക എന്നുള്ള കാഴ്ചപ്പാടോട് ചെയ്യുന്ന ആളാണ്. അവിടെയുള്ള ഒരാളെയും നാണം കെടുത്തുന്നതിനോ മോശപ്പെടുത്തുന്നതിനോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. അവിടെയുള്ള ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ അവിടെയുള്ള അമ്മമാരെയും സഹോദരിമാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൃത്യമായി ഇടപെട്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്തു വരാറ്. അങ്ങനെ ചെയ്തു വരുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് നമ്മൾ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് നല്ല ഭൂരിപക്ഷത്തോടുകൂടി എൻ്റെ എൻ്റെ കരുമാനാകുറിശി നാമധേയത്തിലുള്ള വാർഡിൽ നിന്ന് ഞാൻ ജയിച്ചു വരാൻ കാരണം. പക്ഷെ യഥാർത്ഥത്തിൽ എൻ്റെ വാർഡ് വരുന്നത് 7ാം വാർഡാണ്. ഈ 7ാം വാർഡിനകത്ത് സുമിത്ര വിനോദിൻ്റെ ബഹുമാനപ്പെട്ട സഹ കൗൺസിലറായിട്ട് സുമിത്ര വിനോദിൻ്റെ വാർഡിനകത്താണ് ഞാനും താമസിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെ എൻ്റെ അടുത്ത് പരാതികൾ പറയും. ദൈനംദിനമായിട്ട് ഓരോ പ്രവർത്തനങ്ങളൊക്കെ നമ്മളടുത്ത് പറയാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സത്യത്തിൽ കാട് വെട്ടുമ്പോൾ ഒരു തലക്കുന്നവർ തുടങ്ങിക്കോട്ടെ, അത് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണല്ലോ എന്ന് മാത്രം വിചാരിച്ചു. ഇപ്പോൾ കൗൺസിലർ ഒരു കാര്യം കൂടി അതിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് സ്വന്തം വാർഡിലെ കാര്യങ്ങൾ മുഴുവനായിട്ട് നോക്കാതെ മറ്റുള്ള വാർഡിൽ കയറി ഇടപെടുന്ന ഒരു സമീപനം കൂടി അത് തിരുത്തേണ്ടതാണെന്നുള്ളൊരു മനോഭാവമാണ്. സത്യത്തില് ഞാനിപ്പോൾ ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഞാൻ അവിടെ നഗരസഭയിൽ നിന്ന് ജയിച്ച് 9ാം വാർഡിനകത്ത് ജയിച്ചു വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ 33 വാർഡിൻ്റെയും നിങ്ങൾക്കറിയാമല്ലോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ നാടിനകത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരപരിധി നിങ്ങൾക്കറിയാമല്ലോ. 33 വാർഡിനകത്തെയും ജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് വിഷയങ്ങളിലും സ്വതന്ത്രമായി ഇടപെടാനുള്ള അവകാശം നമുക്കുണ്ട്. അവിടെ ആ നാടിനകത്തായാലും 7-ലായാലും 9-ലായാലും 4-ലായാലും ഒക്കെ
ആ വാർഡിനകത്തെ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപദ്രവമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അത് പ്രദേശത്തെ കൗൺസിലർ ഉൾപ്പെടെ കൂട്ടാനുള്ള മാന്യമായിട്ടുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. അപ്പൊ അവരെയും കൂട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാ കാര്യം ചെയ്യല്. ഇത് അത്രത്തോളം വിചാരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ക്ഷേമവുമായി ബന്ധപ്പെട്ട് ഇത് മാത്രമൊന്നുമല്ല, അംഗനവാടി വിഷയങ്ങളായാലും ശരി, നമുക്ക് നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ നഗരസഭ ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനകത്ത് നിരവധിയായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വാർഡിനകത്ത് പല കാര്യങ്ങൾ, ഇപ്പം എൻ്റെ വാർഡിനകത്ത് ശ്രദ്ധിക്കാൻ സമയമില്ല എന്നൊക്കെയാണ് നേരത്തെ ഞാൻ ന്യൂസിൽ കാണാനിടയായത്. സത്യത്തിൽ എൻ്റെ വാർഡിനകത്ത് ജനങ്ങൾക്ക് എന്നെ കൃത്യമായിട്ട് അറിയാം. ഞാൻ രാവും പകലും വാർഡിനകത്ത് നിൽക്കുന്നവരാണ്. ഒരു ജോലിക്കും പോകാണ്ട് അവിടെ നിന്ന് കൃത്യമായിട്ട് അവിടെ ഇടപെട്ട് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എന്താണോ അവർക്ക് ചെയ്യേണ്ടത് അത് അർഹതപ്പെട്ട രീതിയിൽ കൃത്യമായി ചെയ്തു തരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ഞാനൊരു കൗൺസിലറായെന്നോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണെന്നോ ഇതിന് മുന്നെയോ 24 വർഷമായിട്ടും അങ്ങനെ തന്നെ ചെയ്തു തരുന്നു. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാനൊരു മറ്റേ കൗൺസിലർ ആവണം എന്ന് ആഗ്രഹിച്ചു നിന്ന ഒരാളൊന്നല്ല, അല്ലെങ്കിൽ എൻ്റെ സഹധർമ്മിന് വേറൊരാൾ കൗൺസിലറായി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ അവിടെ നിന്നു. അവിടുത്തെ ജനങ്ങൾ എന്നോട് മത്സരിക്കാൻ പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി ഞാൻ അവിടെ മത്സരിച്ച് കൗൺസിലറായിട്ട് വന്നു. അത് പിന്നീട് പല രീതിയിലുള്ള എന്നെ ക്രൂശിക്കുന്നതിന് വേണ്ടിയും എന്നെ അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തോൽപ്പിക്കുന്നതിന് വേണ്ടിയും പല ക്രമങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ചെയ്യുന്നത് എപ്പോഴും പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്, കൈകാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ എം എൽ എ ഫണ്ട് ഉൾപ്പെടെ ഇപ്പോൾ 7-ാം വാർഡിനകത്തും 9-ാം വാർഡ് എന്ന് പറഞ്ഞു, കരുമാനംകുറിശി എന്ന് പറയുന്ന പ്രദേശം ഒരു പ്രത്യേക പ്രദേശമാണ്. ഞങ്ങളൊരു സമുദായത്തിൽ വരുന്ന ആളുകൾ കൂടുതലുള്ള പ്രദേശമാണ്. പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഞങ്ങളോട് ചേർന്ന് കിടക്കുന്ന കരുമാനംകുറിശി എന്ന വലിയൊരു ദ്വീപാണ്. കുറേ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വലിയൊരു ദ്വീപാണ്. ആ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ MLA ഫണ്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം MLAയുടെ നമ്മുടെ ഒരു പ്രത്യേക തീരുമാനപ്രകാരം 7 ലക്ഷം രൂപ അനുവദിച്ചു. അത് ഞാൻ എൻ്റെ വാർഡ് നോക്കിയിട്ടല്ല വെച്ചത്. എൻ്റെ വാർഡ് നോക്കിയിട്ട് വെച്ചതല്ല. കരുമാനംകുറിശിയിലെ ആളുകൾക്ക് ആവശ്യമാണ്, ഒരു പ്രദേശത്ത് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ആ 7 ലക്ഷം രൂപ അവിടെ വെച്ചു. അത് 7-ാം വാർഡിനകത്താണ്. ഏകദേശം 25-30 ദിവസത്തോളം അതിൻ്റെ പിന്നാലെ നടന്ന് നനയ്ക്കാനും അതുപോലെ കാട് വെട്ടാനും പൊന്ത വെട്ടാനും അതിൻ്റെ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും ഈ പറഞ്ഞ ആളുകളുടെ ഒരു പ്രസക്തി അവിടെ ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല അവിടെ ഒരു മിനിമാസ് ലൈറ്റ് വന്നു. അവിടെ കൃത്യമായിട്ട് ആ ലൈറ്റ് വരാൻ വേണ്ടി കഴിഞ്ഞ ഭരണസമിതി സമയത്ത് വന്നൊരു സാധനം അത് പിന്നീട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഞാൻ പിന്നാലെ നടന്ന് പിന്നീട് അതിൻ്റെ പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യപ്രകാരം കത്തിച്ചതിന് ശേഷവും പിന്നീട് അതിൻ്റെ ഉദ്ഘാടന സമയത്ത് പോലും ഈ പറഞ്ഞ ആളുകൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നത് നമ്മളിതൊരു ആരോപണത്തിനോ അല്ലെങ്കിൽ അവരെ വിമർശിക്കാനോ വേണ്ടിയല്ല. പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എവിടെ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ കൃത്യമായി ചെയ്യും. പിന്നെ ഈ നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നൊരു അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഈ 33 വാർഡിനകത്തും ഓടി നടന്ന് ചെയ്യാൻ എനിക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുമെന്നുള്ളത് എനിക്ക് പറയാം. ഇപ്പോൾ കരുമാനാംകുറിശിയിലെ അതുപോലെ തന്നെ നഗരസഭയിലെ 33 വാർഡുകളിലെയും ജനങ്ങളെ ഒരുപോലെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇനിയും തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് MR രാജേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ആരോപണങ്ങൾ ഒരു ആരോപണമായി ചെവിക്കൊള്ളാതെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MR രാജേഷ് വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ ശരത് കുമാറിനോടൊപ്പം ആര്യ ഉണ്ണികൃഷ്ണൻ, 1 ന്യൂസ്. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഈ ഫുട്ബോൾ ഭ്രാന്ത് നിന്റെ ഭാര്യയ്ക്ക് അറിയാവോ? ഇതാണ് പെർഫെക്റ്റ് മാച്ച്. അതിന് എന്നെ സഹായിച്ചത് നെസ്റ്റ് മാട്രിമോണി. കേരളത്തിൽ ആദ്യമായി AI സഹായത്തോടെ പെർഫെക്റ്റ് മാച്ചിങ്, ഫുൾ ടൈം സപ്പോർട്ട്, നൈറ്റ് ട്രെയിൻ സ്റ്റാഫ്, 1 ടൈം ഫീ. മാട്രിമോണി നെസ്റ്റ് എങ്കിൽ വിവാഹം ബെസ്റ്റ്. Nest Matrimony.